അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൻ ഇർബാദ് ഇബ്നു സാരിയത്തിൻ റളിയല്ലാഹു അൻഹു, മഹാനരായ ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഖാല, അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഇൻദല്ലാഹി മക്തൂബുൻ ഖാത്തമുൻ നബിയീൻ, ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ എഴുതപ്പെട്ട ആളാണ്. ഖാത്തമുൻ നബിയീൻ, അത്യുത്തമരായ പ്രവാചക ശൃംഖലയുടെ പരിസമാപ്തി കുറിക്കുന്നവരായി എന്നെ എഴുതപ്പെട്ടിട്ടുണ്ട്. വ ഇന്ന ആദമ അലൈഹിസ്സലാം ല മുൻജദിലുൻ ഫീ തീനത്തിഹി, ഏത് സമയത്ത്? അപ്പോൾ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള മണ്ണിനെ അർശിൻ്റെ ഭാഗത്ത് ഇട്ടിരിക്കുന്ന സമയത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ പ്രവാചകന്മാരുടെ പരിസമാപ്തിയായി എഴുതിയിരിക്കുന്നു എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, വസ ഉഖ്ബിറുക്കും ബി അവ്വലി അംരി, എൻ്റെ കാര്യത്തിൻ്റെ തുടക്കം ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. ദഅവത്തു ഇബ്രാഹീമ അലൈഹിസ്സലാം, ഞാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വിഖ്യാതമായ പ്രാർത്ഥനയുണ്ട്. സൂറത്തുൽ ബഖറയുടെ 129 ആയത്തിൽ കാണാം, റബ്ബന വബഅസ് ഫീഹിം റസൂലം മിൻഹും, അല്ലാഹുവേ, എൻ്റെ സന്താന പരമ്പരയിൽ ഒരു പ്രവാചകനെ നിയോഗിക്കണം. യത്സലു അലൈഹിം ആയാതിക, നിന്റെ ദൃഷ്ടാന്തങ്ങളെ അവരുടെ മേൽ ഓതിക്കൊടുക്കുന്ന ഒരു പ്രവാചകൻ. അവർക്ക് കിതാബ് വൽ ഹിക്മ, പരിശുദ്ധമായ ഖുർആനും തത്വജ്ഞാനവും ഒക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു റസൂലിനെ നിയോഗിക്കണം. ഇന്നക അന്തൽ അസീസുൽ ഹക്കീം, നീ പ്രതാപിയും യോഗ്യനുമാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ റബ്ബന വബ്അസ് ഫീഹിം റസൂലൻ എന്ന പ്രാർത്ഥനയാണ് ഞാൻ. അതുപോലെ ബിശാറത്തു ഈസ അലൈഹിസ്സലാം, ഞാൻ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആ സുവിശേഷമാണ്. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നേരത്തെ അറിയിച്ചിട്ടുണ്ട് കലീമുല്ലാഹി ഈസ അലൈഹിസ്സലാം. പരിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാം, വഇദ് ഖാല ഈസ ഇബ്നു മറിയം യാ ബനി ഇസ്രായീൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത്ത് തൗറാത്തി വമുബശ്ശിറൻ ബിറസൂലിൻ യഅ്തി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. ഓ ബനു ഇസ്രായേലുകാരെ, നിങ്ങളുടെ മുൻകഴിഞ്ഞ പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുവന്ന തൗറാത്തിനെ ഒന്ന് വിശദീകരിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുപോലെ മുബശ്ശിറൻ ബിറസൂലിൻ യഅ്തി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, ഇനി ശേഷം കടന്നു വരുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്താനും അവിടത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കാനുമാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം. പക്ഷേ ആ പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രഖ്യാപിച്ച പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നപ്പോൾ അവർ നിഷേധികളായി മാറുകയായിരുന്നു എന്ന് തുടർന്ന് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയാണ്, ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ സുവിശേഷമാണ്. വറുഇയ ഉമ്മി, എൻ്റെ ഉമ്മയുടെ കാഴ്ചയാണ്. അല്ലത്തി റഅത്ത്, എൻ്റെ ഉമ്മ കണ്ടു. ഹീന വളഅത്നി, എന്നെ പ്രസവിക്കുന്ന സമയത്ത്. വഖദ് ഖറജ ലഹാ നൂറുൻ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയിൽ നിന്നൊരു പ്രകാശം പുറപ്പെട്ടു. അളഅത് ലഹാ മിൻഹു, ആ പ്രകാശം ആ ഉമ്മക്ക് പ്രകാശിപ്പിച്ച് കാണിച്ചു കൊടുത്തു. എന്ത്? കുസൂർ ഷാം, ഷാമിൻ്റെ കൊട്ടാരങ്ങളെ ആ പ്രകാശിപ്പിക്കുന്നതായിട്ട് ആ ഉമ്മ കാണുകയുണ്ടായി. അതാണ് വറുവിയ അന്ന ആമിന റളിയല്ലാഹു അൻഹാ റഅത് ഹീന വളഅതുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം,
നൂറൻ അലാ അലഹു കുസൂർ ബുസ്റാ മിൻ അർളി ഷാം എന്ന് മങ്കൂസ് മൗലിദിൻ്റെ ഹിക്കായത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സെലക്ഷനാണ്. ആദരവായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള മഹബ്ബത്ത് അള്ളാഹു അധികരിപ്പിച്ച് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.